അതോ ഇനി ബന്ധുവാണോ? അവളെ കൊണ്ടുപോകാൻ നീയെന്നല്ല ആര് വിചാരിച്ചാലും സാധിക്കില്ല. തീക്കൊള്ളി കൊണ്ടാ നീ തലയുറിയുന്നത്. അനുഭവിക്കേണ്ടി വരും. പേടിപ്പിക്കല്ലേ? നീ കണ്ണിരുട്ടി കാണിക്കുമ്പോൾ പേടിക്കുന്നവരല്ല ഞങ്ങൾ. ഇപ്പൊ അവളവിടെ ഉണ്ട്. എടാ, നിന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല. അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നു. അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന്റെ പിന്നില് നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അവളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എങ്ങോട്ടാണെന്നും എനിക്കറിയാം. നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. നീ മരിച്ചാലും എന്റെ ഹൃദയം പണിമുടക്കിയിട്ട് ചാവാത്തവനാ ഞാൻ. ആ എന്നെയാ നീ കൊല്ലാൻ നോക്കുന്നത്. വെറുതെ മണ്ടത്തരം പറയല്ല ശരത്തെ. നീ പോയി തരത്തിന് പോയി കളിക്ക്. ഇത് ആള് വേറെയാ. വളയുമ്പോ വഴിന്ന് മാറ. ഇല്ലെങ്കിൽ മാറുന്നോ നിനക്ക് നല്ലത്. ദേവിക എവിടെ ഉണ്ടെന്ന് പറയാതെ ഞാൻ നിന്നെ വിടില്ല. വഴിന്ന് മാറ. ഇതൊരു ഹോസ്പിറ്റലാ. ഇവിടെ നിന്ന് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്. നിനക്ക് തന്നെ ദോഷം. അവൾ എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. പോടാ. ഇതിന് നീ അനുഭവിക്കും. ആയിക്കോട്ടെ. അളിയ, ഈ ഒരു അവസ്ഥയിൽ നമ്മളിവിടുന്ന് പോയാൽ ശരിയാവോ? എന്തും ചെയ്യാൻ മടിക്കാത്തവനവൻ. ആ ദേവിക്ക് അവനെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അത് ശരിയാ കുഞ്ഞളിയ. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. നമ്മളിവിടെ ഉണ്ടെങ്കിൽ ദേവിക ആരും ഒന്നും ചെയ്യില്ല. കുഞ്ഞളിയം വാ. ശരവണ, പോവാ. ഒച്ചെടുത്ത കുന്നുകളെയും. എന്താ കാണിക്കണം? സ്വാമി, എവനെ ഞാനങ്ങ് കൊണ്ടുപോവാ. എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. പറഞ്ഞ സമയം കൂട്ടിക്കൊണ്ടുപോവാ. എവിടേക്ക്? അത് ചെല്ലുമ്പോ മനസ്സിലായിക്കോളും. എന്റെ കൂടെ വരുന്നോ അതോ ബഹളം ഉണ്ടാക്കാൻ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കുന്നു. എന്ത് വേണമെങ്കിലും ചെയ്യാം. കുത്തി കയറ്റിയുണ്ടല്ലോ, സ്വാമിയുടെ പേരിൽ ഫ്ലെക്സ് വെക്കേണ്ടി വരും. ആദരാഞ്ജലിന്ന്. എന്തിനാ വെറുതെ? അതുകൊണ്ട് വല്ല നാമവും ജപിച്ച് ഇവിടെ ഇരിക്കും. ഞങ്ങൾക്ക് പോട്ട് അത്യാവശ്യം. പിടിക്കണം. എന്താ സ്വാമി? എപ്പോ എങ്ങോട്ടാ കൊണ്ടുപോയെന്നറിയോ? അതറിയില്ലേ മാഡം. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളായിട്ടാ അവന് വന്നത്. കൊല്ലാനായിരിക്കും, അല്ലാതെ എന്തിനാ? എന്നെ അവൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. അതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് അവൻ അറിയും. സൂക്ഷിക്കണം മാഡം. അവനെ നിസാരക്കാരനായിട്ട് കാണരുത്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ. ഞാനും അങ്ങനെയാ. കൊല്ലും കൊലയും ഒന്നും ഈ തങ്കച്ചിക്കും പുത്തരിയല്ല. കൈമളെ, അവൻ നമ്മളെ ചതിച്ചു. ശരവണനെയും കൊണ്ട് അവൻ പോയത്രേ. എനിക്കപ്പോഴേ തോന്നിയിരുന്നു അവൻ അങ്ങനെ ചെയ്യുമെന്ന്. അവന്റെ അമിത വിനയം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ അവനെ വിശ്വസിക്കരുതെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും മേഡം? എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം. ശരവണന് ഒരാപത്ത് സംഭവിക്കരുത്. നമ്മുടെ ആളുകളെ മുഴുവനും വിളിച്ച് അവനെ അന്വേഷിക്കാൻ പറ. ഒരു കാരണവശാലും അവൻ ഈ നഗരം വിട്ടു പോകരുത്. ശരി മേഡം.
നമ്മുടെ മുഴുവൻ ടീമും ഇപ്പൊ തന്നെ ഇറങ്ങും മേഡം. പല സംഘങ്ങളായി തിരിഞ്ഞ് അവർ ശരത്തിനെ അന്വേഷിക്കും. അവരുടെ കണ്ണിൽ പെടാതെ പോവാൻ ശരത്തിന് പറ്റില്ല. വരാല് പോലെ വഴുതുന്നവനവൻ. അത് ടീമിന് അറിയാം മേഡം. എന്നാലും അവൻ എങ്ങോട്ടായിരിക്കും ശരവണനെയും കൊണ്ട് പോയത്? 1 മണിക്കൂറിനുള്ളിൽ ആ വിവരം ഇവിടെ എത്തും മേഡം. മേഡം സമാധാനമായിട്ടിരിക്കും. എന്തായാലും താൻ വണ്ടി എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകാം. നടക്കടാ, നീ മിടുക്കനാവാൻ നോക്കി അല്ലടാ. എന്നോട് കളിച്ച എന്താ കിട്ടാൻ പോകുന്നെന്ന് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. എന്നാ എന്തു ചെയ്താലും സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് നീ വിചാരിക്കണ്ട. തങ്കച്ചി ഉണ്ടറാ എന്റെ കൂടെ. തങ്കച്ചി ആരടാ, ദൈവം. അതിനെക്കാട്ടിലും പവർഫുള്ളായ പലരെയും മുട്ടുകുത്തിച്ചടാ ശരത്ത് ഇവിടം വരെ എത്തിയത്. എന്നെ തോപ്പിക്കാൻ തങ്കച്ചിയല്ല ആരും വിചാരിച്ചാലും സാധിക്കില്ലടാ. അവിടെ പോയി നോക്ക്. ഓ, വീണവനെ. നീ രക്ഷപ്പെടാൻ നോക്കുന്നോ? കൊണ്ടുപോടാ.